ഇത് ഓർക്കാപ്പുറത്ത് കിട്ടിയതാണ്. ഒരാൾക്ക് അടിയായിട്ടും ഒരാൾക്ക് ഗുണമായിട്ടാണ് മാറിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ രണ്ട് കണ്ടസ്റ്റന്റ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് പാർവതി, ഒന്ന് രാജേഷ്. അപ്പൊ പാർവതി എന്ന് പറഞ്ഞാല് ഫസ്റ്റ് എപ്പിസോഡിൽ ആദ്യത്തെ ടാസ്കിൽ തന്നെ ആദ്യത്തെ ഒരു പാർവതി വന്ന് ക്ലൂ കിട്ടി. പക്ഷെ താക്കോല് ഒതുക്കത്തില് ഒരുത്തിനടിച്ച് മാറ്റി അവൻ്റെതാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ റനീഷ ഇടപെട്ടിട്ട് ഈ കുട്ടി കരയിലും അവരുടെ ഇമോഷൻ അവര് മാക്സിമം എന്ന് പറഞ്ഞാല് ബിഗ് ബോസ് ആണ്, നമുക്ക് എന്ത് ഇമോഷൻസ് കൊടുത്ത് ട്രൈ ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷം ജഡ്ജസ് മത്സരാർത്ഥികളോട് തന്നെ ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്, ഒരു ചാൻസ് കൂടി കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഓക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആ 20 പേരിലെ ആദ്യത്തെ പാർവതി കയറുന്നു. രണ്ടാമത്തെ 20 പേരിലാണ് മറ്റൊരു പാർവതി വന്നിട്ട് കുറെ ഓവർ സ്മാർട്ടാണ്, കുറെ ഓവർ കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സിസ്റ്റത്തിനെ കുറ്റം പറയുന്നു, റൂൾസിനെ കുറ്റം പറയുന്നു. കാരണം കുറെ കരച്ചിലും പിഴിച്ചിലും ആയി കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ കയറ്റി വിട്ടു എന്നെല്ലാം പറയുന്നുണ്ട്. അവിടെ രഞ്ജിനി ചൂടായിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളോട് ചോദിച്ചതല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു ടാസ്കില് ഈ രാജേഷിന്റെ എന്താ പറയാ ജോമെട്രിക്കൽ ആ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ അതില് ബസർ അടിക്കുന്നതിന് മുമ്പ് ഇത് അബദ്ധത്തില് തട്ടി ഈ കുട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ഇതിലേക്കാണ് വീഴുന്നത്. അവരും അവിടെ ഫെയിൽ ആവുന്നു. അവിടെയും മറ്റൊരാളുടെ മേത്ത് പഴിചാരിയിട്ടാണ് അവര് പോകാൻ ശ്രമിക്കുന്നത്. ഇവിടെ എല്ലാം ഓവർ കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട് ഈ കുട്ടി. അതുകൂടാതെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ട്രോഫി മേടിക്കുന്നു എന്ന് പറയുന്നു. അത് തന്നെ ആ സമയത്ത് ബാക്കിയുള്ള ആളുകൾ വന്ന് ഇത് തന്നെ ഏറ്റു പറയുന്നുണ്ട്. അപ്പൊ അതിൽ അഖിൽമാരാർ അവിടെ തിരുത്തുന്നുണ്ട്. ആദ്യം നമ്മൾ ക്വാളിഫൈ ചെയ്യണം, ഒരു ഉദാഹരണ സഹിതം തിരുത്തുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ബിഗ് ബോസ് മെയിൻ സീസണിൽ പോയി ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ട്രോഫി മേടിക്കേണ്ടത്. ഓരോ ചുവടും ആണ് ആദ്യം നമ്മൾ തിങ്ക് ചെയ്യേണ്ടതെന്ന് അപ്പൊ തന്നെ തിരുത്തുന്നുണ്ട്. ഈ രണ്ടാമത്തെ പ്രാവശ്യം മറ്റൊരാളെ ബ്ലെയിം ചെയ്ത് കഴിയുമ്പോൾ ഇവരെ എന്തായാലും ഔട്ട് ഹൗസിലേക്ക് മാറ്റുകയാണ്. ഇത്ര ഓവർ കോൺഫിഡൻസ് ശരിയല്ല. എപ്പോഴും സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുന്ന അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഒരാൾ വിനയാകുമ്പോൾ രണ്ടാമത്തെ സൈഡിൽ നമ്മുടെ ഫോർട്ടോജുകാരൻ രാജേഷാണ്. അപ്പോ അഖിൽമാരാറ് ടീമിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി അയാളോട് ചോദിക്കുന്നത്, ഇതിൽ നിന്നും ഒരാളെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആരെ മാറ്റും എന്നാണ് ആ സെലക്ട് ചെയ്ത വ്യക്തിയോട് ചോദിക്കുന്നത്. അപ്പൊ അയാള് ഈ രാജേഷിനെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ മാറ്റാനാണ് താല്പര്യം എന്നാണ് പറയുന്നത്. രാജേഷ് അപ്പോഴാണ് രാജേഷിന്റെ ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ രാജേഷ് ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. രാജേഷ് ഫോട്ടോജി ഭാഷയിൽ എന്താണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്നെ ചതിക്കരുത് എന്നെല്ലാം പറയുന്നത്. ആ ഒരു മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞാല് രാജേഷിനെ എല്ലാവരുടെയും ജഡ്ജസിന്റെ മനസ്സിലും പെട്ടെന്ന് പുള്ളി ഒന്ന് ശ്രദ്ധിക്കുന്നതും മറ്റുള്ള വ്യക്തിത്വങ്ങളിൽ നിന്നും പുള്ളി കുറച്ച് മാറി നിൽക്കുന്നതും അതിനുള്ളൊരു കാര്യം വരുന്നത്. അത് രാജേഷിന് ഗുണം ചെയ്തു. അതുകൂടാതെ തന്നെ ഈ ഒരു ടാസ്കിൽ ജോമെട്രിക്കൽ സാധനങ്ങൾ വെച്ച് നിർമ്മിക്കുന്ന ഒരു ടാസ്കില് രാജേഷിനേലും മുന്നിൽ രാജേഷ് ഇത് പിരമിഡല്ല ഈ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോയെങ്കിലും ബസർ അടിക്കുന്നതിന് മുമ്പ് അത് മറിഞ്ഞു വീഴുകയാണ്. അത് പാർവതിയുടെ ആ ഒരു ഇതിലേക്കാണ് മറിഞ്ഞു വീഴുന്നതും. അങ്ങനെ രണ്ടുപേരും ഔട്ടായിരുന്നിട്ട് പോലും ഒന്നാം സ്ഥാനം കിട്ടിയത് നമ്മുടെ അഖിലിനാണ്. അഖില് റെഡിയായിട്ട് പെൻഡിലൊക്കെ വാങ്ങാനായിട്ട് അവിടെ റെഡിയായിട്ട് നിന്നെങ്കിലും അഖിലിനല്ല കൊടുക്കുന്നത്. രണ്ടാം സ്ഥാനക്കാരനായിട്ടുള്ള ഷിജുവിനാണ് ഈ പെൻഡിലം കൊടുക്കുന്നത്. അപ്പോ അവിടെയും ആദ്യത്തെ പെൻഡുലം ഷിജുവിന് കിട്ടുമ്പോഴും രണ്ടാമത്തെ പെൻഡുലം എല്ലാവരും അഖിലിന് കിട്ടുമെന്ന് പ്രതീക്ഷ അഖിലും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. അപ്പോഴാണ് എല്ലാവരെയും സർപ്രൈസ് ചെയ്തുകൊണ്ട് രാജേഷിന് അത് കിട്ടുന്നത്. അപ്പൊ രാജേഷിന് ശരിക്കും പറഞ്ഞാൽ വീണ് കിട്ടിയ ഒരു ചാൻസ് ആണ്. രാജേഷ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തതല്ല. രാജേഷിനെ ചൂണ്ടിക്കാണിച്ച് മറ്റൊരു കോണ്ടസ്റ്റന്റ് ഇയാൾ പുറത്തു പോകണം എന്നുള്ള രീതിയിൽ പറയുന്നിടത്താണ് രാജേഷ് സംസാരിക്കുന്നതും ജഡ്ജസിന്റെ ശ്രദ്ധയപ്പെടുന്നതും. അപ്പോ രണ്ട് കാര്യങ്ങളിലൂടെ നടന്നു. ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഒരാള് പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധ പിടിച്ചു പറ്റി നിൽക്കാമെന്ന് വിചാരിച്ച ആള് നേരെ ഔട്ട് ഹൗസിലേക്ക് പോവാണ്. പക്ഷെ മറ്റൊരാളുടെ സംസാരം കൊണ്ട് ഒരു ചാൻസ് കിട്ടിയത് ഉപയോഗിച്ച് രാജേഷ് പെൻഡുലം വാങ്ങിയിരിക്കുകയാണ്. ഈ പെൻഡുലത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നീട് നമ്മൾ അറിയാൻ പറ്റും. പിന്നെ ചില ആളുകൾ പല കമന്റിലെല്ലാം പറയുന്നുണ്ടായിരുന്നു, ഈ രാജേഷ് എന്ന് പറയുന്ന ഒരു കോമണർ അല്ല, ഇതിനു മുമ്പ് പല സീസണുകളിലും ഡാൻസിലെല്ലാം വന്ന് എല്ലാവരും അറിയപ്പെടുന്നതും ഇപ്പൊ രഞ്ജിനിക്കൊക്കെ അറിയാം, കുറെ ആളുകൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണെന്ന് അറിയുന്നു. എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ചില ആളുകൾ മനഃപൂർവ്വം ഇതിൽ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിച്ച് പിന്നിലേക്ക് പോകുമ്പോൾ
ചില ആളുകൾ വീണ് കിട്ടിയ ആ ഒരു അവസരം ഉപയോഗിച്ച് സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില നേട്ടങ്ങളാണ് അവർക്ക് നേടാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് രാജേഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കും രാജേഷ് ഒരു വേറിട്ട ഒരു വ്യക്തിത്വമായിട്ട് തോന്നുന്നു, ഇപ്പൊ തോന്നുന്നു. ഇനി നമുക്ക് ഷോ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.